ഈ രാഹുൽ മാങ്കൂട്ടമൊക്കെ ചർച്ചയാവും? അയാളെ ഉടനെ അറസ്റ്റ് ചെയ്തിരിക്കും. അറസ്റ്റ് ചെയ്യാൻ സർക്കാർ പറ്റുന്നില്ലോ, സർക്കാർ ഒളിച്ചു കളിക്കും ചെയ്തിരിക്കും. 100% രാഹുൽ മാങ്കൂട്ടത്തിൽ അറസ്റ്റിലായിരിക്കും. ഒളിച്ചിരിക്കണമെന്ന് പുറത്ത് വന്നിരിക്കും. സംശയമൊന്നും വേണ്ട. ജനങ്ങളെ സ്ത്രീകൾക്കൊക്കെ ആശങ്കയുണ്ട് രാഹുൽ മാങ്കൂട്ടം വിഷയം വരുമ്പോൾ. അങ്ങനെ നിങ്ങൾ സ്ക്വാഡായിട്ട് പോകുമ്പോഴൊക്കെ തോന്നുന്നുണ്ട്, അങ്ങനെ പറയുന്നുണ്ട് ഈ വിഷയങ്ങളൊക്കെ വരുന്നുണ്ട്. ജനങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ടോ? ഈ പാർട്ടിക്കാരും മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പുറത്തേക്ക് ജനങ്ങൾക്ക് വിഷയമാണോ രാഹുൽ? ജനങ്ങളെ വിശ്വസിക്കുമോ? ജനങ്ങൾക്ക് നിങ്ങൾ വോട്ട് ചോദിച്ചു പോകുമ്പോ രാഹുൽ വിശ്വസിക്കുമോ? ജനങ്ങൾ വിശ്വസിക്കുമോ? നിലവിലെ MLA അല്ലേ? അവർക്ക് പേടിയുണ്ടോ ഈ വിഷയം കേൾക്കുമ്പോൾ? അങ്ങനെ എന്തെങ്കിലും തോന്നുന്നുണ്ടോ? ആർക്ക് പേടിയുണ്ട്? ജനങ്ങൾക്ക് ഈ വിഷയം കേൾക്കുമ്പോൾ രാഹുൽ മാങ്കൂട്ടം ജനങ്ങൾ അതനുസരിച്ച് വോട്ട് ചെയ്തോളൂ. ഇപ്പം ഉറപ്പാണ് 100%. 30 സീറ്റ് നെടുമങ്ങാട് നഗരസഭ പിടിച്ചിരിക്കും. നെടുമങ്ങാട് മാത്രമല്ല കേരളം മുഴുവൻ. എന്തായാലും ഈ നെടുമങ്ങാട് വലിയ പ്രതീക്ഷയിലാണ്. രാഹുൽ മാങ്കൂട്ടം വിഷയം അടക്കം ചർച്ചയാകുമെന്ന പ്രതീക്ഷയാണ് CPM പ്രവർത്തകർ നേതാക്കളും ഒക്കെ പങ്കുവയ്ക്കുന്നത്. സഹിത യെസ്, അരുൺ സൂചിപ്പിച്ചതുപോലെ അങ്ങനെ ഇടതുപക്ഷത്തിന്റെ ഒരു പ്രചരണ തന്ത്രത്തിന്റെ സൂചനയാണ് അവിടെയുള്ളത്. അവർക്ക് എന്തായാലും ഇടതുപക്ഷത്തിന്റെ തുറുപ്പ് ചീട്ട് ക്ഷേമ പെൻഷനും സർക്കാരിന്റെ ക്ഷേമ വികസന പ്രവർത്തനങ്ങളും തന്നെയാണ്. അതായിരിക്കും ജനങ്ങളെ ആകർഷിക്കുക എന്ന് അവർ കരുതുന്നു. ഒപ്പം രാഹുൽ മാങ്കൂട്ടം മറ്റൊരു ആയുധമാണ്. പക്ഷെ അവിടെ സ്വർണ്ണക്കള്ളക്കടത്തും ശബരിമല സ്വർണ്ണമോഷണവും ഇല്ലേ എന്ന ചോദ്യമുണ്ട്. അതിനെ മറികടക്കുക സർക്കാർ അന്വേഷണം നടക്കുന്നു എന്താ? അരുണ, ആ കാഴ്ചകളിലേക്ക് നമുക്ക് വരാം. തിരുവനന്തപുരത്ത് മറ്റൊരു മൂലയിൽ ഡാൻ കുര്യനുണ്ട്. ഡാൻ, ഇടതുപക്ഷത്തിന്റെ ഒരു പ്രചരണ തന്ത്രം നമ്മൾ കേട്ടു. അവർക്ക് അവിടെ പ്രശ്നങ്ങളും ക്ഷേമ പെൻഷൻ അടക്കമുള്ളവർ ഉയർത്തിക്കാട്ടുന്നു. ജനങ്ങളുടെ അടിസ്ഥാന വിഷയങ്ങളാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുക എന്ന വാദമുണ്ട്. പക്ഷേ ഇന്ന് രമേശ് ചെന്നിത്തല SITക്ക് കത്ത് നൽകിയ രാഷ്ട്രീയ വിഷയമുണ്ട്. കോൺഗ്രസ് അത് ഉയർത്തുകയാണ്. നമുക്കറിയാം വിശ്വാസ വിഷയങ്ങൾക്കൊരു വൈകാരിക ഭാവമുണ്ടല്ലോ. അപ്പോൾ ഈ അടിസ്ഥാന വിഷയങ്ങൾക്കപ്പുറം ഈ വൈകാരികത വന്നാൽ, വിശ്വാസ വിഷയങ്ങൾ വോട്ടായാൽ അത് ഇടതുപക്ഷത്തിന് തിരിച്ചടി ഉണ്ടാകും എന്നൊരു കരുതൽ തന്നെയാണോ ഇപ്പോഴും UDF? തീർച്ചയായിട്ടും. അതായത് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ഈ ജില്ലകളിലെല്ലാം ശബരിമലയുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങൾ വിശ്വാസികളെ വലിയ തരത്തിൽ സ്വാധീനിക്കും എന്ന വിലയിരുത്തലാണ് UDF ക്യാമ്പും BJPയും. അതേസമയം സർക്കാർ മുമ്പോട്ട് വെച്ച ജനക്ഷേമ പദ്ധതികൾക്കായിരിക്കും ജനങ്ങൾ വോട്ട് രേഖപ്പെടുത്തുക. അത് ഇടതുപക്ഷത്തിന് തിരുവനന്തപുരം നഗരസഭയിലടക്കം ഒരു ഭരണ തുടർച്ച നൽകും എന്ന പ്രതീക്ഷയിലാണ് LDFും ഉള്ളത്. ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം പൂന്തുറയിലാണ്. ഇവിടെ കലാശക്കൊട്ടുമായി ബന്ധപ്പെട്ട് UDFന്റെയും LDFന്റെയും BJPയുടെയും SDPIയുടെയും ഒക്കെ സ്ഥാനാർത്ഥികൾ, പ്രവർത്തകർ ഒരുമിച്ച് വന്നു ചേരുന്ന സ്ഥലമാണ്. നമുക്കറിയാം വളരെ വൈകാരികമായി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടും അല്ലെങ്കിൽ വോട്ടെടുപ്പുമായി ബന്ധപ്പെട്ടൊക്കെ വലിയ തരത്തിലുള്ള വൈകാരികമായ പ്രതികരണങ്ങൾ ഉണ്ടാകുന്ന ഒരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ വലിയ സുരക്ഷയാണ് പോലീസ് ഒരുക്കിയിരിക്കുന്നത്. പൂന്തറ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ മാത്രം 100 കണക്കിന് പോലീസ് ഉദ്യോഗസ്ഥരെ ഈ സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി മാത്രം വിന്യസിച്ചിട്ടുമുണ്ട്. LDFന്റെ പ്രകടനം, സ്ഥാനാർത്ഥിയുടെ റോഡ് ഷോ അല്പസമയത്തിനകം ഇവിടേക്ക് എത്തിച്ചേരും. UDF സ്ഥാനാർത്ഥിയുടെ റോഡ് ഷോയും അല്പസമയത്തിനകം ഈ ജംഗ്ഷനിലേക്ക് എത്തിച്ചേരും. ഏതാണ്ട് തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണം അതിന്റെ പാരമ്യത്തിലേക്ക് എത്തുന്ന കാഴ്ചയാണ്. കാരണം വളരെ ആഴ്ചകൾ നീണ്ടുനിന്ന തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണം ഒടുവിൽ നാളെ ഒരു ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം വോട്ടർമാർ പോളിംഗ് സ്റ്റേഷനുകളിലേക്ക് എത്താൻ പോവുകയാണ്. അവിടെ വിശ്വാസത്തിനും അതോടൊപ്പം തന്നെ രാഷ്ട്രീയ വിഷയങ്ങൾക്കും അപ്പുറം എന്തൊക്കെ കാര്യങ്ങൾ ചർച്ചയായി മാറും, ജനങ്ങളുടെ മനസ്സിനെ സ്വാധീനിക്കുന്ന എന്തൊക്കെ പ്രധാനപ്പെട്ട കാര്യങ്ങളാകും ഉണ്ടാകുക, ഇതൊക്കെ വലിയ ചോദ്യങ്ങളായി ഉയരുന്നതിനിടയിലാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണം അതിന്റെ കലാശക്കൊട്ടിലേക്ക് നീങ്ങുന്നത്. അല്പസമയത്തിനകം ഈ പ്രധാനപ്പെട്ട ജംഗ്ഷനുകളിലേക്ക് സ്ഥാനാർത്ഥികൾ കലാശക്കൊട്ടിന്റെ ഭാഗമായി എത്തിച്ചേരും. എന്തായാലും വലിയ ആവേശം വിതറുന്ന കാഴ്ചകളാണ് തിരുവനന്തപുരത്തിന്റെ തീരമേഖലകളിൽ അടക്കം കാണാൻ കഴിയുന്നത്. തീരങ്ങളിലടക്കം ഇങ്ങനെ ആവേശം ഉണ്ട്. പ്രത്യേകിച്ച് കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് എന്നൊരു വലിയ തന്ത്രപ്രധാനമായ ഇടം കൂടിയുണ്ടല്ലോ. ഡാൻ, ഒരു കാര്യം കൂടി, ഈ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തവണ വളരെ സ്വാധീനം ചെലുത്തിയ ഇടമാണ് തീരമേഖല. എപ്പോഴും തിരുവനന്തപുരത്തിൻ്റെ തീരമേഖലയ്ക്ക് ഒരു പ്രത്യേക രാഷ്ട്രീയം പറയാനുണ്ട്. അത് നിയമസഭയിലും പാർലമെൻറ്റ് ഇലക്ഷനും ഒക്കെ അങ്ങനെ പ്രകടമാകാറുണ്ട്. കഴിഞ്ഞ തവണ പൊതുവിൽ തിരുവനന്തപുരത്തിൻ്റെ കോർപ്പറേഷൻ ഫലം പരിശോധിക്കുമ്പോൾ അവിടെ തീരമേഖലകൾ പൊതുവിൽ ഇടതുപക്ഷത്തെ തുണച്ചിരുന്നു എന്നുമാണ് കരുതാൻ. പക്ഷേ ഇത്തവണ അത്തരമൊരു തരംഗം അവിടെ ഉണ്ടോ? കാരണം പ്രതിപക്ഷ നേതാവൊക്കെ വലിയ റോഡ് ഷോ പൂന്തറയിലൊക്കെ നടത്തിയതാണല്ലോ. അപ്പോൾ ഈ തീരം പറയാൻ പോകുന്ന രാഷ്ട്രീയം എന്താണ്? അതിൻ്റെ ഒരു സൂചന അവിടെ പ്രകടമാണോ?
തീർച്ചയായിട്ടും, അതായത് വലിയ ആവേശത്തോടെയാണ്, വളരെ പ്രതീക്ഷയോടെയാണ് തീരദേശ മേഖലയിലെ വോട്ടർമാരെ സ്വാധീനിക്കാനുള്ള നീക്കം LDF-ന്റെയും BJP-യുടെയും UDF-ന്റെ ഭാഗത്തു നിന്നുണ്ടായത്. കഴിഞ്ഞ ദിവസം 3 വരെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ തന്നെയാണ് K മുരളീധരനോടൊപ്പം റോഡ് ഷോ നടത്തിയത്. അങ്ങനെ തീരമേഖലയിലെ ജനങ്ങളെ ഒപ്പം ചേർത്ത് നിർത്താനായാൽ തിരുവനന്തപുരം നഗരസഭ പിടിക്കാനാകുമെന്ന വലിയ പ്രതീക്ഷയിലാണ് UDF ക്യാമ്പുള്ളത്. പക്ഷേ ഒരു കാരണവശാലും തിരുവനന്തപുരം വിട്ടുകൊടുക്കില്ല. നിലവിലെ 51-ൽ നിന്ന് തിരുവനന്തപുരത്ത് അതിനേക്കാൾ ഏറെ സീറ്റുകൾ പിടിക്കാൻ കഴിയുമെന്ന വലിയ പ്രതീക്ഷയിലാണ് LDF ഉള്ളത്. ആ സ്ഥാനാർത്ഥിയോടൊപ്പമുള്ള റോഡ് ഷോ ആണ് ഇപ്പോൾ പൂന്തറ ജംഗ്ഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. 100 കണക്കിന് വാഹനങ്ങളുടെ അകമ്പടിയോടെ സ്ഥാനാർത്ഥിമൊത്ത പ്രവർത്തകർ ഇവിടേക്ക് വരികയാണ്. 3 മുന്നണികളുടെയും സ്ഥാനാർത്ഥികൾ, പ്രവർത്തകർ ആവേശത്തോടെ ആഴ്ചകൾ നീണ്ട തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ അവസാനമായി കലാശക്കൊട്ടിലേക്ക് എത്തുമ്പോൾ തെരഞ്ഞെടുപ്പിന്റെ എല്ലാ ആവേശവും ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിന് എങ്ങനെയാണോ അവസാന കലാശക്കൊട്ടിലേക്ക് നീങ്ങുന്നത്, സമാനമായ തരത്തിൽ തെല്ലും ആവേശം കുറയാതെ കൊച്ചുകുട്ടികൾ വരെ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെയും കൊട്ടിക്കലാശത്തിന്റെയും ഒക്കെ ഭാഗമാകുന്നു എന്നതാണ് എടുത്തു പറയേണ്ടുന്ന കാര്യം. എന്തായാലും വലിയൊരു ആവേശത്തോടെയാണ് തിരുവനന്തപുരത്തിന്റെ തീരമേഖല ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ അവസാനം കുറിച്ചുകൊണ്ടുള്ള കലാശക്കൊട്ടലിന്റെ ഭാഗമാകുന്നതിന് വേണ്ടി ഓരോ പ്രധാനപ്പെട്ട പോയിന്റുകളിലേക്കും എത്തിക്കൊണ്ടിരിക്കുന്നത്. ശരി, കളം നിറയുമാണ് കാര്യങ്ങൾ. നമുക്ക് ദൃശ്യങ്ങളിലേക്ക് വരികയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കാണുന്നത് പോലെ ഒരു പൂർണ്ണമായും കേന്ദ്രീകൃതമായ ഒരു കൊട്ടിക്കലാശം അത് നടക്കാൻ സാധ്യതയില്ല. മറിച്ച് വാർഡ് കേന്ദ്രങ്ങളിലും മറ്റുമാണ് സ്ഥാനാർത്ഥികൾ തമ്പടിക്കുക. അതങ്ങനെയാണ് ഉണ്ടാവുക. കാരണം ഓരോയിടത്തും ഓരോ ചെറിയ മൂലയിലും പോരാട്ടം ആവേശമാണ്. അതുകൊണ്ട് ആ മേഖലയിൽ നിന്ന് മാറി നിൽക്കാൻ ആർക്കും കഴിയില്ല. അതുകൊണ്ട് ആ വാർഡ് കേന്ദ്രീകരിച്ചുള്ള പ്രചരണ കൊട്ടിക്കലാശമാണ്. ഇതാ നമ്മൾ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലൊക്കെ കാണുന്ന പോലെയുള്ള റോഡ് ഷോ അതിങ്ങനെ നടക്കുകയാണ്. നോക്കൂ, സ്ഥാനാർത്ഥി കടന്നു വരുന്നത് നോക്കൂ. ഒരു തുറന്ന വാഹനത്തിൽ കൈവീശി കാണിച്ച് സ്ഥാനാർത്ഥി കടന്നു പോകുന്നു. ഇടതുപക്ഷ സ്ഥാനാർത്ഥിയാണെന്ന് നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്നും മനസ്സിലാവുന്നുണ്ട്. സമാനമായ കാഴ്ച മറുവശത്തുണ്ട്. അവിടെ UDF-ഉം BJP-യും ഒക്കെ കളം നിറയുകയാണ്. ഇതാ BJP-യുടെ നോക്കൂ, ഒരു ക്രെയിനിന്റെ കയ്യിലാണ് ആളുകൾ കയറി നിന്ന് പ്രവർത്തകർ കൈവീശുന്നത്. അത് കോർപ്പറേഷൻ സ്ഥാനാർത്ഥികളാണെന്ന് നമുക്ക് കരുതാം. കാരണം ഏറ്റവും വീറും വാശിയും സംസ്ഥാനത്ത് നടക്കുന്ന ഒരിടം തിരുവനന്തപുരം നഗരമാണ്, കോർപ്പറേഷനാണ്. അതിൻ്റെ ഒരു പ്രത്യേകത കൂടി അവിടെ പ്രതിഫലിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. VV അരുണുണ്ട്. അരുൺ, നമുക്ക് തിരുവനന്തപുരം കോർപ്പറേഷൻ അല്പം കൂടി വിശദമായി പരിശോധിക്കാം. നോക്കൂ, 51 അധികം, പകുതിയിലധികം സീറ്റുകളാണ് കഴിഞ്ഞ തവണ CPM അല്ലെങ്കിൽ ഇടതുമുന്നണി നേടിയത്. കഴിഞ്ഞ തവണയും ഇത്തവണത്തേന് സമാനമായ വെല്ലുവിളി ഉണ്ടായിരുന്നു. അവിടെ BJP ഭരണം പിടിക്കുമോ എന്ന തോന്നൽ ഉളവാക്കിയതാണ്. പക്ഷേ അതിനെ മറികടക്കാൻ ഇടതുപക്ഷത്തിന് കഴിഞ്ഞിരുന്നു. പക്ഷേ അതിന് കാരണമായത് കോൺഗ്രസിന്റെ ഒരു പിന്നോട്ട് പോക്ക് കൂടിയാണ്. പക്ഷേ ഇത്തവണ കോൺഗ്രസ് കളം നിറഞ്ഞ് കളിക്കാൻ ശ്രമിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ കോൺഗ്രസ് കൂടുതൽ വോട്ടുകൾ പിടിച്ചാൽ ഇടതുപക്ഷത്തിന്റെ സാധ്യത ഇല്ലാതാക്കുമോ, അതല്ല തിരിച്ചാണോ സംഭവിക്കാൻ സാധ്യത? എന്താണ് ഇക്കാര്യത്തിലെ ഇടതു ക്യാമ്പിന്റെ വിലയിരുത്തലുകൾ? അരുൺ, സജിത്ത്, ഇത്തവണ തിരുവനന്തപുരം നഗരസഭയുടെ കാര്യത്തിൽ കാര്യങ്ങൾ തീർത്തും അപ്രവചനീയമാണ്.